ഗൈസ് ഞാനിന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഐസ്ക്രീം മിക്സ് പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് പുറത്ത് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നേ ഞാൻ അറിയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി വാങ്ങിയതാണ്. ഞാനെടുത്ത ഫ്ലേവർ വാനിലയുടെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കവറൊക്കെ ഞാൻ അങ്ങനെ പിച്ച് ചീന്തി എടുത്തിട്ടുണ്ട്, കാരണം അത് ആ കവറിൽ നിന്ന് അങ്ങ് വിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഗൈസ് ഞാനിത് ഉണ്ടാക്കുന്നത്. കിച്ചണിലാണെങ്കിൽ കറണ്ട് ഇല്ല, അതും ലൈറ്റും ഇല്ല, അപ്പോൾ ഭയങ്കര ഇരുണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ പുറത്തൊന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ആ പൗഡർ ആ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കപ്പ് മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ആ ഒരു ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ബട്ട് ഞാൻ അതൊന്നും വായിച്ചില്ല. ഞാൻ യൂട്യൂബിൽ 2-3 വീഡിയോസ് കണ്ടിട്ടാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാനാണെങ്കിലും വലിയ പണിയില്ല, സിമ്പിളാണ്. ഈ മിക്സ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഗൈസ് ഇങ്ങനെ മെല്ലെ മെല്ലെ തിളച്ച് വരും കേട്ടോ. എൻ്റെ എത്ര ടൈം എടുത്തിട്ടും കുറുകിയിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല, ഞാനൊന്ന് ആറിയതിന് ശേഷം മിക്സർ ജാറിലൊന്ന് ഇതേപോലെ അടിച്ചെടുത്തിട്ട് 2 പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ആ വലിയ പാത്രം ഫാമിലി കഴിച്ചോട്ടെ, ഇത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാം ഗൈസ്. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുത്ത് നോക്കുന്നത് കേട്ടോ. സംഭവം ഗൈസ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബട്ട് ഇത്തിരി ഷുഗർ കൂടുതലാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഓക്കെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ടേസ്റ്റ് വൈസും സെറ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ബൈ.